ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അത് ശരി, ഇവിടെ ബർത്ത്ഡേ ആഘോഷമാണല്ലേ? ആഘോഷിക്ക, എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. കേക്ക് മുറിക്കാം. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. താങ്ക് യു നന്ദ. എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ ഇങ്ങനൊരു ദിവസം. ഇന്ന് എനിക്കത് കിട്ടിയത്. ഈ ദിവസം ഞാൻ മറക്കില്ല, എന്റെ മരണം വരെ. മരിക്കാൻ എളുപ്പമാണല്ലോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാ പ്രയാസം. ഇതുവരെ നമുക്കതിന് കഴിഞ്ഞില്ല. പക്ഷേ ഇനി അങ്ങനെ മാത്രമേ ജീവിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിന്റെ സന്തോഷം കൂടിയാവട്ടെ ഈ ബർത്ത്ഡേ ആഘോഷം. താൻ കേക്ക് മുറിക്ക്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സന്ധ്യ. കൊടുക്ക്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുക്ക്. പക്ഷേ ഇത് അവസാനത്തെ കേക്കാ, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാതെ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നത് നെല്ലിശ്ശേരിയിൽ അറിഞ്ഞ അത് പ്രശ്നമാവില്ലേ? അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ഇനി എന്റെ ഇഷ്ടത്തിനനുസരിച്ചാ എന്റെ ലൈഫ്. നന്ദനില്ലാതെ എനിക്ക് മറ്റൊരു ജീവിതമില്ല. അവന്തിക നന്ദന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് വരെ ഞാൻ കാത്തിരിക്കും. അതിനെയും എത്ര വർഷം എടുത്താലും. നിന്നെ ഞാൻ കാത്തിരുത്താൻ മതി. നിന്നെ ഇയാളെ ഒരുമിച്ച് ഞാൻ തീർക്കും. അതിനി അധികം താമസമൊന്നുമില്ല. ഈശ്വര, കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാണല്ലോ പോകുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം പിരിയാൻ കഴിയുന്നില്ലെങ്കിൽ എന്തു ചെയ്യും? ഇതിൽ നിന്നും ഇനി രണ്ടുപേരും പിന്നോട്ട് പോകുന്നു തോന്നുന്നില്ല. അച്ഛനിതറിഞ്ഞ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാനും പറ്റില്ല. ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ നന്ദേട്ടനെ വിളിച്ചുകൊണ്ട് പോകും? ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇന്നത്തെ ദിവസം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വെഡിങ് ആനിവേഴ്സറിയിൽ പങ്കെടുക്കാതിരുന്നതും തൻ്റെ കൂടെ ഇവിടെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ വന്നതും. പിന്നെ ആരോടൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പ്രശ്നമായാൽ നേരെ ഡൈവോഴ്സിലേക്ക് പോവാം. നന്ദേട്ടനെല്ലാം കൃത്യമായിട്ട് കണക്കൂട്ടി തന്നെയാ. ഞാൻ തനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗിഫ്റ്റോ? ഇവിടെ? ഇനി മുഹൂർത്തം ഒന്നും നോക്കാതെ തനിക്കിഷ്ടപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഈ താലിമാല ഞാൻ തന്നെ അണിയിക്കും. എന്താ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു.
അനിയത്തി നന്ദേട്ടൻ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമായി. നെല്ലിശ്ശേരിയിൽ നടക്കാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കും. ഇനി ഇവിടെ ഇരിക്കണ്ട, എന്നെ കാണുന്നതിന് മുമ്പ് പോവാം. നെല്ലിശ്ശേരിയില് വലിയ ഭൂകമ്പം ഉണ്ടാവും. എന്ത് ഭൂകമ്പം ഉണ്ടായാലും എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല. മിണ്ടിപ്പോരുത്. നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. എന്താ ഇത്? പുതിയ താലിമാലയോ? ഇവളുടെ കഴുത്തിൽ അണിയിക്കാനല്ലേ? അപ്പോ എന്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാല ഞാൻ എന്ത് ചെയ്യണം? രണ്ടുപേരും കൂടി അതും കൂടി ഒന്ന് പറഞ്ഞതാ. നിങ്ങൾ എന്നോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടപ്പോഴേ ഞാൻ ഊഹിച്ചിരുന്നു ഇതിനു വേണ്ടി തന്നെ ആയിരിക്കും. ഇങ്ങനൊരു മീറ്റിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വെഡിങ് ആനിവേഴ്സറിക്ക് നിങ്ങൾ വരാതിരുന്നതും ഇതിനു വേണ്ടിയാണെന്നും എനിക്കറിയായിരുന്നു. പക്ഷേ ഇതൊന്നും കണ്ട് നീ സന്തോഷിക്കണ്ട. ഇയാളുടെ കൂടെ ജീവിക്കാൻ നിനക്ക് വിധിയില്ല. ഇപ്പോ ഞാനാണ് ഇയാളുടെ ഭാര്യ. എന്നെ ഉപേക്ഷിച്ചിട്ട് ഇവളുടെ കൂടെ ഒരു ജീവിതം, അത് നിങ്ങൾ ഈ ജന്മത്തെ പ്രതീക്ഷിക്കണ്ട. ആ മോഹം നടക്കില്ല.